പിടിവാർത്തകളിലേക്ക് കായംകുളത്ത് വാഹനാപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. മാവേലിക്കര കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സവാദിനെതിരെയാണ് യുവതി പരാതി നൽകിയിരുന്നത്. കായംകുളം വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം എന്നായിരുന്നു യുവതിയുടെ പരാതി. ആദ്യഘട്ടത്തിൽ പരാതി ഉണ്ടായിരുന്നെങ്കിലും പോലീസ് അത് അവഗണിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അന്വേഷണം അതിന്റെ ഒരു ശരിയായ ദിശയിലേക്ക് വരികയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ അന്വേഷണം അത് കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ടോ? ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പൂർത്തിയാവാനുള്ളത്? ഈ കേസിന്റെ അന്വേഷണം ആദ്യം കായംകുളം പോലീസിനാണ് ഉണ്ടായിരുന്നത്. അത് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, വൈദ്യപരിശോധന നടത്തിയില്ല തുടങ്ങിയ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ അന്വേഷണം കായംകുളം ഡിവൈഎസ്പിക്ക് നൽകിയിരുന്നത്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ ഇവരെ കോടതിയിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാവേലിക്കര കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയൊന്നും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള വിമർശനം നേരത്തെ തന്നെ വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് രഹസ്യമൊഴിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. രഹസ്യമൊഴി നൽകുന്നതോടെ ഈ കേസ് കൂടുതൽ സംഘടനയായി മാറുകയും ചെയ്യും. കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്താനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിയെ ഈ പരാതിക്കാരി കണ്ടിരുന്നു. അതിനുശേഷം ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നലെ ആലപ്പുഴ എസ്.പിയുമായി DGP സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ അന്വേഷണം കൈമാറാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. സിജോ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി ആവശ്യമായിട്ട്